Recording in progress. വാഴ്ത്തപ്പെട്ട നമ്മുടെ സ്വർഗീയ പിതാവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരാഴ്ചയും ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അതേപോലെ തന്നെ ഇന്ന് ക്ലാസ്സിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നു. ഇത് വളരെ സൗകര്യമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ക്ലാസ്സിലേക്ക് കടന്നു പോവുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ചിന്തിച്ച ഭാഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഭാഷ, ഭാഷയും ഭാഷയുടെ ആത്മാവ് പോലെയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ചിന്തിക്കുകയൊക്കെ ഉണ്ടായി. ആ ചിന്തിച്ചതിന്റെ ഫലമായിട്ട് നമ്മൾ കുറച്ച് ബാബേൽ ഗോപുരത്തിന്റെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വന്നു. ഇപ്പോൾ നമ്മൾ സർ മൈക്ക് സാറിന്റെ മൈക്ക് എന്താ പറ്റി? അതൊരു മൈക്ക് ഓൺ ചെയ്ത മഞ്ജു സിസ്റ്റർ മൈക്ക് ഓൺ ആയി വന്നതാ. ഓക്കെ, ശരിയായി. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച വിഷയങ്ങളെല്ലാം നിങ്ങൾ ഓർത്ത് ഇരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് എബ്രായ ഭാഷയുടെയും അക്ഷരമാലയുടെയും ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. അതേപോലെ തന്നെ യഹൂദൻ ആരാണെന്ന് ചിന്തിക്കുന്നു, എബ്രായൻ ആരാണ് എന്നൊക്കെ ചിന്തിക്കുന്നു. എബ്രായ ഭാഷയുടെ അക്ഷരമാലയുടെയും ഉത്ഭവം, അങ്ങനെ ഒരു ടൈറ്റിൽ നിങ്ങൾ എഴുതിയിട്ടിരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ ഭൂമി മുഴുവൻ ഒരു ഭാഷയും ഒരു സംസാരവും മാത്രമായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഉൽപ്പത്തി പുസ്തകം 11:1. ബാബേൽ ഗോപുരത്തിന്റെ സംഭവത്തിന് മുൻപ് ഒരു ഭാഷ മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. ഇതിൽ നിന്നും ദൈവവും ആദാമും ഹവ്വയും അവരുടെ പിൻഗാമികളും എബ്രായ ഭാഷ സംസാരിച്ചിരുന്നുവെന്ന് നമുക്ക് നിഗമനം ചെയ്യാം. എബ്രായ ഭാഷയുടെ ആദ്യത്തെ ഉപയോഗം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി 1:3 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ദൈവം പറയുന്നു യഹിയ ഓർ. നമ്മുടെ സ്ക്രീനിൽ യഹിയ ഓർ എന്ന് ഇപ്പോൾ വരും. നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കി എഴുതാവുന്നതാണ്. യഹിയ ഓർ നമ്മുടെ സ്ക്രീനിൽ അത് വരും. സജി പാസ്റ്ററെ, അത് സ്ക്രീനിൽ ഒന്ന് കാണിക്കാമോ? യഹിയ ഓർ. അത് നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹീബ്രു ഇതിന്റെ ഒരു PDF നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അന്നേരം ഹെബ്രായ അക്ഷരവും നിങ്ങൾക്ക് മനസ്സിലാകും. യോദ്, ഹേ, യോദ്, ആലഫ്, വൗ, റേഷ്, ഈ പദങ്ങളെല്ലാം കൂടി ചേർന്നതാണ് യഹിയ ഓർ. ദൈവം ആദ്യമായിട്ട് പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ. അപ്പോൾ വെളിച്ചമുണ്ടായി. ഈ ഭാഷ അല്ലെങ്കിൽ ഈ വാക്ക് ദൈവം ഉപയോഗിച്ചിരിക്കുന്നത് എബ്രായ ഭാഷയാണ്. സൃഷ്ടി വിവരണത്തിൽ ദൈവം ആകാശത്തെ ഷമായിം എന്നുള്ള പദം, നമ്മുടെ അടുത്ത സ്ലൈഡ് വരട്ടെ. ഷമായിം, ഹെവൻസ്, ഷമായിം. ഭൂമിയെ എങ്ങനെ വിളിച്ചു ദൈവം? എററ്റ്സ്, എററ്റ്സ്. ഷെമഷ്, സൂര്യൻ, ഷെമഷ്. ചന്ദ്രൻ, യരാഖ്. അടുത്തത് നക്ഷത്രങ്ങൾ, കൊഖാവീം. ഇതൊക്കെയാണ് ദൈവം ഈ പേരുകളാണ് ഉപയോഗിച്ചത്. എബ്രായ ഭാഷയിലെ പേരുകളാണ്. ഈ പേരുകൾ ഉപയോഗിച്ചിട്ടാണ് ദൈവം ഈ സൃഷ്ടിപ്പുകളെല്ലാം ദൈവം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക്
ബൈബിളിൽ കാണുവാൻ കഴിയും. ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ അവന് ജീവശ്വാസത്തിലൂടെ ആദ്യത്തെ ഭാഷ ദൈവം മനുഷ്യന് കൈമാറി. ഈ കൈമാറിയതിന്റെ ഫലമായിട്ട് ആദാം എന്തു ചെയ്തു? ആദാം ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളെ, അതായത് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വിളിച്ചു മുന്നിൽ നിർത്തിയിട്ട് അവർക്ക് ഓരോ പേരുകൾ നൽകി. അതും നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി 1:28 നമുക്ക് അതുമായിട്ട് കാണുവാൻ കഴിയും. ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ അവൻ ഈ സംസാര ഭാഷ ഉപയോഗിച്ച് ദൈവവുമായി ആശയവിനിമയം നടത്തി. അതേപോലെ തന്നെ പക്ഷികൾ ഓപ്പ് ആദ്യത്തെ മനുഷ്യന്റെ പേര് ആദാം എന്ന് നമ്മൾ കണ്ടു. ആദാം, നമ്മളത് മുൻപേ തന്നെ ഞാനത് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദാം. അതേപോലെ തന്നെ ആദാം പക്ഷിയെ വിളിച്ചത് ഇങ്ങനെയാണ്, ഓപ്പ്. ബേർഡ്സ് എന്നുള്ളതാണ്. ബേർഡ്സ് എന്നുള്ള പദത്തിനാണ് ഓപ്പ് എന്ന് പറയുന്നത്. അടുത്തത് രണ്ടാമത്തത് ബഹ്മാഹ്, ആനിമൽസ്. അടുത്തത് മൂന്നാമത്തെ സ്ലൈഡ്, ഹയ സാദേഹ്. അടുത്ത സ്ലൈഡ്, ഇത് സ്ത്രീയെ വിളിച്ച പേരാണ്, ഇഷാ എന്ന് സ്ത്രീയെ വിളിച്ച പേര്. കാരണം ദൈവം മനുഷ്യന്റെ വാരിയിലെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചിട്ട് മനുഷ്യന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയപ്പോൾ മനുഷ്യൻ വിളിച്ച പേരാണ് ഇഷാ. അപ്പോൾ ആദം ഇവയെല്ലാം ഉപയോഗിച്ച് ഈ പേരുകളെല്ലാം നൽകുവാൻ ഈ ഭാഷ, എബ്രായ ഭാഷയാണ് ഉപയോഗിച്ചത്. എഴുത്തിന്റെ ആദ്യത്തെ സൂചന നൽകിയത് നമുക്ക് കാണുവാൻ കഴിയും 4:15. അവിടെ ദൈവം കായേനിൽ ഒരു അടയാളം സ്ഥാപിക്കുന്നു. അടയാളം എന്നതിന്റെ എബ്രായ പദം ഓട്ട് എന്നാണ്. ഓട്ട്. അതിന് നമുക്ക് അക്ഷരം, അടയാളം, എഴുത്ത് എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ്. അടയാളം, എഴുത്ത്, അക്ഷരം എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് അതിൽ നൽകിയിരിക്കുന്നത്. അത് ദൈവം ആദ്യമായിട്ട് ഒരു ലിപി, അല്ലെങ്കിൽ ആദ്യമായിട്ട് എഴുതാൻ ആ ഒരു പ്രക്രിയ, അല്ലെങ്കിൽ ആദ്യമായിട്ട് എഴുതിയതിനെ, അല്ലെങ്കിൽ ആദ്യമായിട്ട് നൽകിയ ഒരു അക്ഷരത്തെ നമുക്ക് ഇങ്ങനെ രേഖപ്പെടുത്താം, ഓട്ട്. കാരണം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എബ്രായ ഭാഷയുടെ അക്ഷരമാലയുടെ ഒരു ഉത്ഭവം നമ്മൾ കാണുവാൻ കഴിയുന്നു. ദൈവം ആദ്യമേ യഹിയാ ഓർ എന്ന് വിളിച്ചു. പിന്നെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു, 4:15 കാണുവാൻ കഴിയുന്നു, അവിടെ കായേന്റെ തലയിൽ, അല്ലെങ്കിൽ കായേനിൽ ഒരു അടയാളം ഇടുന്നു. ഈ അടയാളം ഇട്ടതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഇങ്ങനെ അത് മനസ്സിലാക്കാം, പുരാതന എബ്രായ ഭാഷയും അക്ഷരമാലയും പരസ്പരം ആശ്രയിച്ചിരിക്കുകയാണ്. നമ്മളത് ഷോർഷ് എന്നുള്ള ഒരു പദത്തിൽ നമ്മൾ പഠിച്ചു. എബ്രായ അക്ഷരമാല എന്ന് പറയുന്ന ഓരോ വാക്കിനും അതിനൊരു മൂലപദമുണ്ട്. ആ മൂലപദത്തെ കാണിക്കുന്നതിനും ഉദാഹരിക്കുന്നതിനുമായിട്ടുള്ള ഒരു കാര്യമാണ് ഷോർഷ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അത് പോകുന്നു. അതുകൊണ്ട് ദൈവമാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ദൈവമാണ് എബ്രായ ഭാഷയുടെ തുടക്കം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഇങ്ങനെ പഠിക്കാം, എബ്രായ ഭാഷയുടെ ഉപജ്ഞാതാവ് ദൈവമാണ്. അവൻ അക്ഷരമാലയുടെയും ഭാഷയുടെയും ഉപജ്ഞാതാവാണ്. അതിനുശേഷം നമുക്ക് വർഷങ്ങൾക്ക് ശേഷം കിഷ് എന്ന നഗരത്തിൽ വെള്ളപ്പൊക്കത്തിൽ മുമ്പുള്ള എഴുത്തുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കിട്ടിയ തെളിവുകളും ആ വായനയുടെയും നമ്മൾ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. കിഷ് എന്നുള്ള നഗരത്തില് വെള്ളപ്പൊക്കത്തിന് മുൻപ് ചില ടാബ്ലറ്റുകൾ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നു. ആ ടാബ്ലറ്റുകൾ
നിരവധി യഥാർത്ഥ എബ്രായ അക്ഷരങ്ങൾക്ക് സമാനമായിട്ടുള്ള അക്ഷരങ്ങളെ കണ്ടെത്തുവാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ആലഫ്, ബെയ്ത്ത്, ഗിമൽ, ദലത് അതുപോലെയല്ല അന്ന്. നമ്മൾ ഇനി അക്ഷരമാല പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും ചിത്രാക്ഷര ലിപി, അത് പാലിയോ ഹീബ്രു അക്ഷരങ്ങൾ എന്ന് പറയും. പാലിയോ ഗ്രീക്ക്, ഹീബ്രു അക്ഷരങ്ങൾ എന്ന് പറയും. ഈ പാലിയോ ഹീബ്രു അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ആലഫിന് കൊടുത്തിരിക്കുന്നത് കാളത്തലയാണ്. കാളത്തലയാണ്. ബെയ്ത്തിന് കൊടുത്തിരിക്കുന്നത് ഒരു വീടിന്റെ പടമാണ്. അതേ കണക്ക് തന്നെ തൗവിന് കൊടുത്തിരിക്കുന്നത് ഒരു കുരിശ് അടയാളം, എൻഡ് സൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളിത് പഠിക്കുന്നുണ്ട്. നമ്മളിത് ഈ പാലിയോ അക്ഷരങ്ങളും കൂടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ പാലിയോ അക്ഷരങ്ങളാണ് അന്ന് കണ്ടെടുത്തത്. അത് എബ്രായ അക്ഷരങ്ങൾക്ക് സമാനമായ അക്ഷരമായിട്ടാണ് അതിനെ കണ്ടെത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി 5-ാം അധ്യായം ആദാം മുതൽ നോഹ വരെയുള്ള ഒരു വംശാവലിയുടെ രേഖ നൽകുന്നു. എല്ലാ പേരുകളും എബ്രായ ഭാഷയിലാണെന്ന് നമുക്ക് കാണാം. എല്ലാ പേരുകളുടെ അർത്ഥം എബ്രായ ഭാഷയിൽ മാത്രമാണെന്നും ബൈബിൾ പാഠത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ അവയുടെ സ്വഭാവമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാലും ഈ പേരുകൾ മറ്റൊരു ഭാഷയിലല്ല എബ്രായ ഭാഷയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഉദാഹരണത്തിന് ആദാം എന്ന എബ്രായ നാമത്തിന്റെ അർത്ഥം മനുഷ്യൻ, മനുഷ്യകുലം എന്നൊക്കെയാണ്. ആദ്യമ മനുഷ്യൻ എന്നൊക്കെയാണ്. അതേപോലെ തന്നെ അതിന് ആത്മീയമായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മളതിനെ ഞാനത് പഠിപ്പിച്ചു നിങ്ങൾക്ക്. അപ്പോൾ അവിടെ ആദ്യത്തെ മനുഷ്യനായിരുന്നു. എന്നാൽ മെതുശലഹ് എന്നാൽ മരണം കൊണ്ടുവരുന്നവൻ ആയിരുന്നു. എങ്ങനെയാണ് മരണം അവൻ കൊണ്ടുവന്നേ? മെതുശലഹ് എങ്ങനെയാ മരണം കൊണ്ടുവന്നേ? ഒരു വലിയ ന്യായവിധി വന്നിരുന്നു, അല്ലേ? ഒരു വലിയ ന്യായവിധി വന്നിരുന്നു. വെള്ളപ്പൊക്കം മൂലമുള്ള ഒരു വലിയ ന്യായവിധി വന്നിരുന്നു. മെതുശലഹ് മരിച്ച വർഷത്തിലായിരുന്നു ആ വെള്ളപ്പൊക്കം. എന്നാൽ നോഹ എന്നുള്ള പദത്തിന്റെ അർത്ഥം ആശ്വാസം എന്നാണ്. അവൻ ആശ്വാസം ജനത്തിന് നൽകും എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് വളരെ കൃത്യമായിട്ട്, നിങ്ങൾക്ക് ഇതൊരു അസൈൻമെന്റ് ആയിട്ട് ഞാൻ തന്നിരുന്നു. പലരും വളരെ ഭംഗിയായിട്ട് അത് ചെയ്തു കൊണ്ടുവന്നു. നമ്മളത് തുടർന്ന് നമ്മളെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയി. ഒരു ക്ലാസ്സിന്റെ ഏതെങ്കിലും മധ്യഭാഗത്ത് വെച്ച് നമ്മൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ അനുവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നോഹയ്ക്ക് 3 പുത്രന്മാരുണ്ടായിരുന്നു: ഷേം, ഹാം, യാഫത്ത്. മനുഷ്യന്റെ ദുഷ്ടത നിമിത്തം ദൈവം വലിയൊരു വെള്ളപ്പൊക്കം കൊണ്ടുവന്നത് അവരുടെ ജീവിതകാലത്താണ്. നോഹയും കുടുംബവും മാത്രമേ അതിൽ രക്ഷപ്പെട്ടുള്ളൂ. ദൈവം നോഹയോടും അവന്റെ പിൻഗാമികളോടും ഇങ്ങനെ കൽപ്പിച്ചു: സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ നിറയ്ക്കുക. ഉൽപ്പത്തി 9:1. നോഹയുടെ പിൻഗാമികൾ മെസപ്പൊട്ടോമ്യ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് തുടർന്നു. ഇവിടെയാണ് മനുഷ്യൻ ബാബേൽ ഗോപുരം പണിയാൻ തുടങ്ങിയത്. നോഹയുടെ പിൻഗാമികളെ ചിതറിച്ചു കളയാനും ഭൂമിയെ നിറയ്ക്കാനും വേണ്ടി ദൈവം പറഞ്ഞു, നമുക്ക് ഇറങ്ങിച്ചെന്ന് പരസ്പരം അവർ സംസാരിക്കുന്ന ഭാഷ കലക്കിക്കളഞ്ഞ് അവർ മനസ്സിലാകാത്ത വിധം അവരുടെ ഭാഷയെ കലക്കാമെന്ന്. BC 4000 നടന്ന ബാബേൽ ഗോപുരത്തിന്റെ സംഭവത്തിന് ശേഷം 3 പ്രധാനപ്പെട്ട ഭാഷകൾ അവിടെ ഉടലെടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഓരോന്നും വളരെ വ്യത്യസ്തവും പരസ്പരം ബന്ധമില്ലാത്തതുമാണ്. ഈജിപ്ഷ്യൻ, സുമേറിയൻ, ഹീബ്രു, ഈ ഭാഷകൾ. ഈജിപ്ഷ്യൻ, സുമേറിയൻ ഭാഷകളുടെ വരവ് എവിടെ നിന്നാണോ എന്താണെന്നോ ഇപ്പോഴും നിഗൂഢമായി നിൽക്കുന്ന ഒന്നാണ്. 3 വളരെ സമാനമായ ചിത്രരൂപത്തിലുള്ള എഴുത്ത് ഉണ്ടെങ്കിലും അവയുടെ ശബ്ദങ്ങളും അക്ഷരങ്ങളും വ്യത്യാസമാണെന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ദൈവം മനുഷ്യരുടെ ഭാഷയെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഉപയോഗിച്ച രീതിയെ ഇത് സൂചിപ്പിക്കുന്നു. ബാബേൽ ഗോപുരത്തിന്റെ ഫലമായി ദൈവം ഉദ്ദേശിച്ചതുപോലെ മെസൊപ്പൊത്താമിയയിൽ നിന്ന് മനുഷ്യൻ 3 വ്യത്യസ്തമായ ദിശകളിലേക്ക് കുടിയേറുവാൻ തുടങ്ങി. ഷെമൈറ്റുകൾ, എബ്രായ ഭാഷ സംസാരിക്കുന്നവർ, പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് ഷേമിന്റെ പിൻഗാമികളായി മാറി. ഹാമേറ്റുകൾ തെക്കോട്ട് ആഫ്രിക്കയിലേക്ക് സഞ്ചരിച്ച്
ഈജിപ്ഷ്യൻ സംസാരിക്കുന്ന ഈജിപ്തുകാരും ആഫ്രിക്ക പോലുള്ള ദേശങ്ങളിലോട്ടും അവർ സഞ്ചരിച്ച് അവിടെ കുടിയേറി പാർത്തു. ജാഫേത്തുകാർ വടക്കോട്ട് സഞ്ചരിച്ച് സുമേറിയക്കാരായി അവർ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കുടിയേറി പാർത്തു. ഒരുപക്ഷെ സുമേറിയൻ ഭാഷ സംസാരിക്കുന്ന സിഥ്യന്മാരുടെ ഒരു ഉപവിഭാഗമായി ഉൽപ്പത്തിയിൽ നോഹയുടെ പുത്രന്മാരുടെ പിൻഗാമികളുടെ ചിതറിപ്പോയതിന്റെ രേഖ രാഷ്ട്രങ്ങളുടെ പട്ടിക, ഞാനൊരു 70 രാഷ്ട്രങ്ങളുടെ പട്ടിക ഉണ്ടാക്കാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നു. അത് എനിക്ക് കിട്ടിയിട്ടില്ല. അത് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് വ്യക്തമായിട്ട് പറയാം. നമ്മൾ 70 രാഷ്ട്രങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് തന്നെ ബൈബിൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പുതിയ, അതായത് അവർ എവിടെയാണ് ആ ചിതറിപ്പോയ ഓരോ രാഷ്ട്രവും, ബൈബിൾ പറയുന്ന ഓരോ രാഷ്ട്രവും ഇന്ന് കൃത്യമായിട്ട് തന്നെ പല പല രാജ്യങ്ങളായിട്ട് അറിയപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അത് നിങ്ങൾ യഥാർത്ഥത്തിൽ ബൈബിൾ പഠിക്കുന്നവർ അത് വ്യക്തമായിട്ട് പഠിക്കേണ്ടതും കൂടി ആകുന്നു. നോഹയുടെ പേരക്കുട്ടികളുടെ അടുത്തെത്തുമ്പോഴാണ് നിമ്രോദിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എബ്രായ ഭാഷയിൽ അർത്ഥമില്ലാതെ മറ്റ് പല പേരുകളും ബാബേൽ ഗോപുരത്തിലെ ഭാഷയുടെ ആശയക്കുഴപ്പവുമായി കാലക്രമേണത്തിലെ ബന്ധപ്പെട്ടിരുന്നു എന്നിങ്ങനെയുണ്ട്. എബ്രായ ഭാഷയ്ക്ക് പുറമെയുള്ള മറ്റൊരു ഭാഷയുടെ പേരുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് യഹൂദ മതത്തിലും ക്രിസ്തു മതത്തിലുമാണ്. എബ്രായ ഭാഷ എല്ലാ ഭാഷകളുടെയും മാതാവാണെന്ന് വളരെ കാലമായ ഒരു പാരമ്പര്യവും നിലനിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ബൈബിളും യഹൂദൻ. എനിക്കറിയില്ല മലയാളികൾ എങ്ങനെയാണ് ബൈബിൾ വായിച്ച് മനസ്സിലാക്കുന്നത്. കാരണം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ അനുവർത്തിച്ചു പോയിട്ടുള്ളതുമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ബൈബിൾ എൻ്റെ കാഴ്ചപ്പാടിൽ വായിക്കാൻ പലപ്പോഴും ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് പല ആശയക്കുഴപ്പങ്ങളും വരുന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ചിന്താഗതിയുടെ പ്രശ്നങ്ങൾ, നമ്മൾ ജീവിച്ച് വളർന്ന സംസ്കാരം, ചുറ്റുപാട്, നമ്മുടെ ഭാഷാടിസ്ഥാനത്തിലുള്ളതായ സംസ്കാരം, അങ്ങനെ വ്യത്യസ്തമായ നിലയിൽ നമ്മൾ ഏതൊരു പുസ്തകത്തെയും നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. പക്ഷെ ബൈബിൾ വായിക്കേണ്ടത് അങ്ങനെയല്ല. പക്ഷെ ബൈബിൾ ഒരു ആഗോളപരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. ബൈബിളിന്റെ കാഴ്ചപ്പാട് അതിനായിട്ടാണ് മുന്നോട്ട് വെക്കുന്നത്. ബൈബിൾ ഉൽപ്പത്തി പുസ്തകം ആദിയിൽ എന്നുള്ള പദത്തിൽ ആരംഭിച്ച് ആമേൻ എന്നുള്ള പദത്തിൽ അവസാനിക്കുമ്പോൾ അതിലൊന്നു മാത്രമേ ഉള്ളൂ പറയാനായിട്ടുള്ളത്. അതൊന്നെന്ന് പറയുന്നത് യേശു കർത്താവിന്റെ വീണ്ടെടുപ്പ്. യേശു കർത്താവ് നമ്മളെ വീണ്ടെടുക്കുന്നത്, സാൽവേഷൻ, ദ അറ്റ്മോസ്റ്റ് സാൽവേഷൻ മാത്രം തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 ആ വാക്യം മുതൽ 22-ാം അധ്യായം വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നിടത്ത് നമുക്ക് കാണുവാൻ കഴിയും ഒരു മനുഷ്യന്റെ രക്തക്കറ ഇങ്ങനെ പടർന്ന് അവിടെ കിടക്കുന്നതായിട്ട്. കാരണം നമുക്ക് കാണുവാൻ കഴിയും ഉൽപ്പത്തിയിൽ തന്നെ, ആ 2-ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും മനുഷ്യൻ പാപം ചെയ്ത് ദൈവം അവരെ ഒരു മൃഗത്തിന്റെ തോൽ ഉടുപ്പിക്കുന്നു. അപ്പൊ ഒരു മൃഗത്തിന്റെ തോൽ ഉടുപ്പിക്കണമെങ്കിൽ അവിടെ ഒരു മൃഗത്തെ കൊല്ലണം, അവിടെ ഒരു മൃഗത്തെ യാഗത്തിന് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ആ ബൈബിൾ തുടർമാനമായിട്ട് കാണുമ്പോഴെല്ലാം അവിടെ കൃത്യമായ യാഗത്തെക്കുറിച്ച് സംസാരിക്കും. വളരെ യാഗത്തെക്കുറിച്ച്, ഉത്സവത്തെക്കുറിച്ച്, യഹൂദിന്റെ പരമായിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മലാക്കിയുടെ പ്രവചനം കഴിഞ്ഞ് 400 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം യേശു കർത്താവിന്റെ വരവ്. പിന്നെ ലോകം ഇതുവരെ ദർശിക്കാത്ത തരത്തിലുള്ള അതിക്രൂരമായ പീഡനത്തിലൂടെ മരിക്കപ്പെട്ട് ഉയർത്ത് എഴുന്നേറ്റ, നമ്മളോടൊപ്പം തന്നെ വസിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവിന്റെ മൊഴികൾ. അതിനുശേഷം അനേകം ക്രിസ്തു മാർഗത്തെ സ്വീകരിച്ച് ക്രിസ്തു മാർഗത്തിലൂടെ സഞ്ചരിച്ച അനേകം പേരുടെ മരണങ്ങൾ, രക്തസാക്ഷിത്വങ്ങൾ. അതിനുശേഷം വളരെ പ്രഗത്ഭമായിട്ടുള്ള എങ്ങനെ ജീവിക്കണം,
സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, സഭയിൽ എങ്ങനെ ജീവിക്കണം, സഭ എന്താണ്, സഭയുടെ കാഴ്ചപ്പാട് എന്താണ്, സഭ ആരാണ് എന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന വളരെ പ്രൗഢഗംഭീരമായ ലേഖനത്തിലൂടെ നമുക്ക് ക്രിസ്തീയ മാർഗത്തിന്റെ ഒരു ഉയർന്ന തലത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു പുസ്തകം തന്നെയാണ് ബൈബിൾ. ബൈബിൾ എന്ന് നിങ്ങൾക്ക് ബൈബിളിനെ കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. ബൈബിൾ എന്ന് പറയുന്നത് ബിബിളോ എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്രീക്ക് പദമാണ്. പുസ്തകങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് അത് പറഞ്ഞത്. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഇവിടെ സംസാരിക്കാൻ നമ്മൾ പോകുന്നത് ബൈബിളും യഹൂദനും എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ബൈബിൾ മുഴുവനായും ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുമ്പോൾ തന്നെ യഹൂദന്റെ ആരംഭവും വളർച്ചയും അതിൽ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ ബൈബിളിൽ യഹൂദന്റെ പങ്ക് എന്തെന്ന് നമുക്ക് പരിശോധിക്കാം. യഹൂദൻ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, അല്ലെ? നമുക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയും. നമ്മള് ഈ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ കൃത്യം പറഞ്ഞാൽ ആ അബ്രഹാമിനെ വിളിക്കുന്ന ഭാഗം വളരെ സൂക്ഷ്മതയോട് തന്നെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് കൃത്യമായിട്ട് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി പറയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു വേറൊരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് തന്നെ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് പഠനങ്ങളുണ്ട്. അത് ആ ലെവലിൽ പഠിക്കുമ്പോൾ മാത്രമാണ് അത് നമുക്ക് അതിനെ ചേർത്ത് വെച്ച് പഠിക്കുവാൻ കഴിയുന്നത്. ബൈബിളിൽ യഹൂദൻ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ദൈവത്തിന്റെ ശാസ്ത്രമായ ബൈബിളിൽ ആദ്യം യഹൂദനോടും പിന്നെ വിജാതിയനോടും ബന്ധപ്പെടുത്തി സകലതും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിളിൽ യഹൂദ വേദശാസ്ത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇത് യഹൂദ വേദശാസ്ത്രം എന്തെന്ന് ഗ്രഹിച്ചാൽ മാത്രമേ ബൈബിൾ ലളിതമായും വ്യക്തമായും മാത്രമല്ല ഓരോ വചനങ്ങളുടെയും ദൈവ പദ്ധതി ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ പഴയ നിയമത്തിൽ ഒരു യഹൂദ ശാസ്ത്രം കിടപ്പുണ്ട്. അത് ആ ഒരു തിയോളജി നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് തന്നെ എന്താണ് ബൈബിൾ മുഴുവൻ പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു അടിസ്ഥാനം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ പല സ്ഥലത്തു നിന്നും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ പുതിയ നിയമത്തിന്റെ വിശ്വാസികളാണ്, പുതിയ നിയമം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞു വന്നവരുണ്ട്. ഓക്കെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇവിടെ പത്രോസ് എഴുന്നേറ്റ് 2-ാം അധ്യായത്തിൽ ആക്ട് ഓഫ് അപ്പോസൽസിലെ ഒരു പ്രസംഗിക്കുന്നുണ്ട്. അത് പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്ത് അബ്രഹാം മുതലുള്ള ഇങ്ങോട്ടുള്ള എല്ലാ വ്യക്തികളെയും പരാമർശിച്ചു കൊണ്ടിട്ടാണ് പത്രോസ് സംസാരിക്കുന്നത്. അപ്പൊ പഴയ നിയമം പാടെ അവഗണിക്കുവാണെങ്കിൽ, പഴയ നിയമം നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഈ പ്രഭാഷണം മനസ്സിലാകും? അതുകണക്കിന് സ്തെഫാനോസിന്റെ പ്രസംഗം, അതേപോലെ തന്നെ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം മുതൽ ഇപ്പുറത്ത് എബ്രായ ലേഖനം വരെ നീണ്ടു നിൽക്കുന്ന 14 ലേഖനങ്ങളിലും പല സ്ഥലത്തും കോട്ട് ചെയ്തിരിക്കുന്നത് പഴയ നിയമമാണ്. എനിക്ക് ഏത് പുസ്തകമാണ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു കൊറിന്ത്യർ ആണെന്ന് തോന്നുന്നു. കൊറിന്ത്യരിൽ യെശയ്യാ പ്രവചനത്തിന്റെ 2 ഭാഗങ്ങളെ ഒറ്റ വാക്യമായി പൗലോസ് കൂട്ടി ചെയ്തിട്ടുണ്ട്. സോറി, ഞാനത് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഞാനത് നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല, അതുകൊണ്ടായിരുന്നു ഞാനത് എടുക്കാൻ പറ്റാതെ. കൃത്യമായിട്ട് അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ പഴയ നിയമം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബേസ്, അതൊരു ബേസാണ്. പുതിയ നിയമം അതിൽ പണിഞ്ഞിരിക്കുവാണ്. ഇനിയും ഒരു പണിയുണ്ട് അതിൻ്റെ മുകളിൽ. ആ പണിയാണ് നമ്മൾ. ആ പണിയും കൂടെ വരുമ്പോൾ മാത്രമേ ആ ഒരു കറക്റ്റ് ബിൽഡിങ്ങിനൊരു ഭംഗി ഉണ്ടാകൂ. ഓക്കെ, ബൈബിൾ ആദ്യം യഹൂദൻ പിന്നെ സകല ജനങ്ങളെയും ഉദ്ദേശിച്ച് എഴുതിയിരിക്കുന്നു. യഹൂദന്മാർ ഏക ദൈവ വിശ്വാസികളാണ്. ഇതിൽ ദൈവത്തിന്റെ വ്യക്തിപരമായ നാമം യഹോവ എന്നതാണ്. ഈ മതത്തിന്റെ
അതായത് യഹൂദ മതത്തിന്റെ സ്ഥാപകൻ മോശയാണ്. ബൈബിൾ യഹൂദന്റെ ചരിത്രമാണ്. ഇതിൽ പെരുന്നാളുകൾ, യാഗങ്ങൾ, നിയമങ്ങൾ എന്നിവ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1-ാം നൂറ്റാണ്ട് മുതൽ അപ്പോസ്തല പ്രവർത്തികൾ 2, ആ 2-ൽ നമുക്ക് കാണുവാൻ കഴിയും ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തു മാർഗം ഈ മഹത്വമുള്ള ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറി. ഞാൻ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തു മതം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തു മാർഗം. അതൊരു പ്രയോഗമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പ്രയോഗം ഇവിടെ ഞാൻ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ ചരിത്രത്തിന്റെ ഭാഗമായി അങ്ങനെ ദൈവത്തിന്റെ വ്യക്തമായ പദ്ധതിയെ ഗ്രഹിക്കുവാൻ ഇത് സാധിക്കുന്നു. പഴയ നിയമത്തിൽ അനുഗ്രഹം അല്ലെങ്കിൽ ശാപം, അനുസരണം അല്ലെങ്കിൽ ശിക്ഷാ നടപടി വളരെ വ്യക്തമാണ്. ദൈവം യഹൂദനെ തന്റെ സ്വന്തം ജനമായി അംഗീകരിച്ചതിന്റെ ഉദ്ദേശങ്ങൾ പ്രധാനമായും 2 വിധമാണ്. ഈ 2 വിധത്തിലുള്ള കാര്യത്തിന്റെ ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചത്. വൈ, എന്തിനാണ് യഹൂദനെ നമ്മുടെ നടുവിൽ നിർത്തിയിരിക്കുന്നത്? പലരും പലതരത്തിലുള്ള ഉത്തരങ്ങൾ എനിക്ക് അസൈൻമെന്റ് ആയിട്ട് അയച്ചു തന്നു. എൻ്റെ ആ ആഗ്രഹത്തിന്റെ അതിനെ മറികടക്കുന്നതായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ തന്നെയാണ്, അല്ല എൻ്റെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലെവൽ അവിടെ അങ്ങനെ എഴുതിയില്ലെങ്കിൽ കൂടിയും നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരാണ്. ഞാൻ അങ്ങനെ കരുതും. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരമായിരുന്നു വേണ്ടുന്നത്. ആരും എനിക്ക് കിട്ടിയില്ല. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം യഹൂദനെ തന്റെ സ്വന്തമായി അംഗീകരിച്ചതിന്റെ ഉദ്ദേശങ്ങൾ പ്രധാനമായി 2 വിധമാണ്. ഒന്ന് ആരാധന. എങ്ങനെ ദൈവത്തെ ആരാധിക്കണം എന്നത്. ഒന്ന് സാക്ഷിയാകുക. വേർഷിപ്പ് ആൻഡ് വിറ്റ്നസ്. ഇതിന് 2-നുമായിട്ടാണ് യഹൂദനെ ദൈവം സ്വന്തം ജനമായിട്ട് തിരഞ്ഞെടുത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ചുരുക്കി പറഞ്ഞാൽ, ഞാൻ വളരെ ഒരുപാട് ഫാക്ടേഴ്സ് ഇനിയും ഉണ്ട് പറയാൻ, എന്നാൽ വളരെ പ്രധാനപ്പെട്ടായിട്ട് റെലവന്റ് ആയിട്ട് പറയേണ്ട 2 കാര്യമാണ്. ഒന്ന് വേർഷിപ്പ്, ഒന്ന് സാക്ഷ്യമാകിട്ട് നിൽക്കുക. യഹൂദനെ സ്വന്തം ജനമാക്കിയ സത്യദൈവമായ യഹോവയെ മാത്രം ആരാധിക്കുക. ഇവർ ആരാധിക്കുന്ന ദൈവത്തെ മറ്റു ജാതികളിൽ സാക്ഷീകരിക്കുകയും ചെയ്യണം എന്നുള്ളതായിരുന്നു. ഇത് തന്നെയായിരുന്നു ദൈവത്തിന്റെ പരമപ്രധാനമായ ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് യേശു കർത്താവ് വന്നിട്ടും യേശു കർത്താവ് ഇങ്ങനെ തന്നെ പഠിപ്പിച്ചത്. സ്വർഗത്തിലെ ദൈവരാജ്യത്തിലെ കാര്യങ്ങൾ തന്നെ നമ്മളെ ഭൂമിയിലുള്ള ഓരോ വ്യക്തികളെയും പഠിപ്പിച്ചതിന് ശേഷം യേശു കർത്താവ് മടങ്ങിപ്പോകുന്നതിന് മുൻപ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ എന്നെ ലോകത്തിന്റെ മുമ്പിൽ സാക്ഷീകരിക്കുക. ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ പോവുക. ടു ബി വിറ്റ്നസ്, സാക്ഷികളാകുവാനായിട്ടാണ് പറഞ്ഞത്. സാക്ഷികളായിട്ട് നിന്ന് അവരെ പഠിപ്പിക്കുക, അവരെ ശിഷ്യന്മാരാക്കുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. യഹൂദ ജനതയുടെ ആരംഭവും വളർച്ചയും. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ മതങ്ങളിൽ ഒന്നാണ് യഹൂദ മതം. ഇതിന് 4000 വർഷത്തോളം ചരിത്രമുണ്ട്. ഈ ജനതയുടെ വംശപിതാവ് അബ്രഹാമാണ്. അബ്രഹാം BC 2000-നും 1700-നും മധ്യേ മെസപ്പൊത്തോമിയ എന്ന സ്ഥലത്ത് ഊർ എന്ന ദേശത്ത് പാർത്തിരുന്നു. ഇന്നത്തെ കുവൈറ്റ് സിറ്റിയിൽ നിന്നും 350 കിലോമീറ്റർ മാറി ബാഗ്ദാദ് ഹൈവേയിൽ ഈയൽ മക്കദയ എന്ന് പറയുന്ന സ്ഥലത്താണ് അബ്രഹാം താമസിച്ചിരുന്നത്. ഞാൻ ഒന്നും കൂടി പറയാം, നോട്ട്സ് എഴുതുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ട്. കുവൈറ്റ് സിറ്റിയിൽ നിന്നും 300 കിലോമീറ്റർ അകലെ മാറി ബാഗ്ദാദ് ഹൈവേ സൈഡിൽ ഈയൽ മക്കയ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ഇന്ന് ആ ദേശം. ആ ദേശത്ത് തന്റെ പിതാവായ തേരഹിനൊപ്പം അന്നത്തെ വ്യവസായമായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു. ആ കുടുംബം അത് ചെയ്തിരുന്നു. വ്യക്തമായി പറഞ്ഞാൽ അബ്രഹാം ഇന്നത്തെ ആധുനിക സംസ്കാരത്തെക്കാൾ പരിഷ്കാരം നിലനിർത്തി പോകുന്ന ഒരു സുമേറിയനായിരുന്നു. യൂഫ്രട്ടീസ്, ടൈഗ്രീസ്
നദീതട സംസ്കാരത്തിൽ ജീവിച്ചു വളർന്ന വ്യക്തിയായിരുന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ താൻ ബഹുസമ്പന്നനായിരുന്നു. കൂടാതെ 1000 പേരടങ്ങിയ ഒരു വലിയ യുദ്ധസന്നാഹം അബ്രഹാമിനുണ്ടായിരുന്നു. ഇതിൽ 318 പേരടങ്ങിയ പ്രത്യേക അഭ്യാസികൾ ഉൽപ്പത്തി പുസ്തകം 13:2, 14:14 നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ജീവിച്ചു പോകവേ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം അബ്രഹാമിന്റെ കുടുംബം പലസ്തീനയിൽ കുടിയേറി പാർത്തു. തുടർന്ന് പലസ്തീനിൽ ക്ഷാമം ഉണ്ടായപ്പോൾ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് പെട്ടെന്നൊരു കഥയാണ് പറഞ്ഞു വരുന്നത്. അബ്രഹാം, അത് കഴിഞ്ഞ് ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകൻ യാക്കോബ്, യാക്കോബിന്റെ 12 ഗോത്രങ്ങൾ, ഇത്രയുമാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വന്നത്. ഇവര് ക്ഷാമം ഉണ്ടായപ്പോൾ തന്റെ പൗത്രനായ യാക്കോബും പുത്രന്മാരും അങ്ങനെ 70 പേരടങ്ങുന്ന ഈ കുടുംബം സമീപ രാജ്യമായ ഈജിപ്തിലേക്ക് അഭയം പ്രാപിച്ചു. ക്രമേണ കുടുംബം മുഴുവൻ അവിടെ സ്ഥിരതാമസമാക്കി. അങ്ങനെ അവർ വലിയൊരു ഗണമായി പെരുകി, വലിയൊരു കൂട്ടമായിട്ട് അവിടെ പെരുകി. യാക്കോബിന്റെ 12 ഗോത്രങ്ങളിൽ പ്രാബല്യം നേടിയ യഹൂദ ഗോത്രമായിരുന്നു. യഹൂദ ഗോത്രത്തിൽ പെട്ടവൻ എന്ന അർത്ഥം വരുന്ന യഹൂദ എന്ന വിശേഷണം കാലാന്തരത്തിൽ 12 ഗോത്രങ്ങളുടെയും വിശ്വാസ സംഹിതയുടെ പേരായി തീർന്നു. തുടർന്ന് ഇവരെ യഹൂദരായി അറിയപ്പെട്ടു. യാക്കോബിന് ദൈവം നൽകിയ മറ്റൊരു പേര് ഇസ്രായേൽ. ഈ പദത്തിന്റെയും പദവിയുടെയും ചുവട് പിടിച്ച് ഇസ്രായേലിയർ എന്ന ഈ ജനതയെ പിന്നീട് അറിയപ്പെട്ടു വരുന്നു. ഏകദൈവ വിശ്വാസവും തങ്ങൾ ഏകദൈവമായ യഹോവയാൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന വിശ്വാസവുമാണ് ഇവരുടെ എല്ലാ വിശ്വാസത്തിന്റെയും അടിസ്ഥാനം. ഏകദൈവ വിശ്വാസവും തങ്ങൾ ഏകദൈവത്താൽ യഹോവയാൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന വിശ്വാസവുമാണ് ഇവരുടെ എല്ലാ വിശ്വാസത്തിന്റെയും അടിസ്ഥാനം. അതുകൊണ്ട് തങ്ങൾ ഇതര ജനതകളിൽ നിന്നും വ്യത്യസ്തരാണെന്ന് സ്വയം അഭിമാനിച്ചു പോരുന്നു. അവർ ഇന്നും അങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ഭക്ഷണ രീതികൾ, അവർ പ്രഭാതത്തിൽ ഉറക്കം എഴുന്നേറ്റാൽ തുടങ്ങുന്ന പല രീതികളുണ്ട്. അവർ കൈ കഴുകുന്ന രീതികൾ, അവരുടെ ആഹാരത്തിന്റെ രീതികൾ, അവരുടെ വസ്ത്രധാരണം, അവരുടെ എല്ലാ തരത്തിലും അവർ വ്യത്യസ്തരാണ്, വളരെ വ്യത്യസ്തരാണ്. മറ്റു രാജ്യങ്ങളിലൊക്കെ നമ്മളിപ്പം ദുബായിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്, അവരുടെ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് പോയി മേടിക്കാൻ പറ്റില്ല. അവർ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ വന്നൊന്നും മേടിക്കത്തുമില്ല. അങ്ങനെ അവർക്ക് കോഷർ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ രീതികളുണ്ട്. ആഹാരത്തിന്റെ രീതിക്കാണ് കോഷർ എന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ കൈ കഴുകുന്നത്. ഒരു പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ കൈ കഴുകുന്ന, അവർ സ്വയം ശുദ്ധിയാകുന്നത്, അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ വിശ്വാസങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ എല്ലാം ഇപ്പോഴും വളരെ വ്യത്യസ്തമാണ്. അബ്രഹാമിന്റെ തലമുറ 430 വർഷത്തെ ഈജിപ്തിലെ ജീവിതത്തിന്റെ വേളയിൽ ഏകദേശം 20 ലക്ഷമായി വർദ്ധിച്ചുവെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഈ മൊത്തം ജനതയെ മോശെ എന്ന നേതാവിനെ ഉപയോഗിച്ച് ദൈവം അടിമത്തത്തിൽ നിന്നും പുറപ്പെടുവിച്ചു. രാഷ്ട്രീയവും സാംസ്കാരികവും ആത്മീയവുമായ സമ്പൂർണമായ വിമോചനത്തിന്റെയും മുന്നോടിയും മാതൃകയുമായി ഈ പുറപ്പാട് സംഭവം ഇന്നും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നു. അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് സീനായി മലയുടെ സമീപത്ത് ഒത്തുചേർന്ന് 2 നിർണായക സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇസ്രായേലിയർക്ക് നിയമം ലഭിക്കുകയും അവർ യഹോവയുമായി ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഈ ഉടമ്പടിയിലൂടെ ഇവർ ദൈവത്തിന്റെ സ്വന്തം ജനമായി തീർന്നു. ദൈവത്തോട് വിശ്വസ്തരായിട്ടിരിക്കുക, നിയമം അനുസരിക്കുക എന്നിവ ഇസ്രായേലിയുടെ കടപ്പാടായി തീർന്നു. ഇവർ യഹോവയാം ദൈവത്തെ മാത്രം ആരാധിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ആരാധിക്കണം, സാക്ഷീകരിക്കണം, വേർഷിപ്പ് ആൻഡ് വിറ്റ്നസിങ്. ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി നമ്മൾ ദൈവശാസ്ത്രപരമായി പറഞ്ഞാൽ ഡോക്സോളജി. ആരാധിക്കുന്ന ഈ ദൈവത്തെ മറ്റു ജാതികളിൽ പ്രസിദ്ധമാക്കണം, സാക്ഷ്യപ്പെടുത്തണം. മിഷനോളജി, ഡോക്സോളജി ആൻഡ് മിഷനോളജി, ഇത് രണ്ടുമായിരുന്നു
ഇത് രണ്ടുമായിരുന്നു ഇസ്രായേലിയർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന, അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ദൈവം അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് ലോകത്തിലേക്ക് മുഴുവനും കാണിക്കുക, ഇത് ലോകം മുഴുവൻ അറിയുക. ഇങ്ങനെയാണ് സത്യം, ഇങ്ങനൊരു ദൈവമുണ്ട്, ഇതാണ് സത്യ ദൈവം. നമുക്ക് കാണുവാൻ കഴിയും, മോശയുടെ മരണത്തിന് ശേഷം ജനത്തിന് നേതൃത്വം നൽകുവാൻ യോശുവയെ തെരഞ്ഞെടുത്തു. അങ്ങനെ നമുക്ക് വീണ്ടും ഇങ്ങോട്ട് ചരിത്രം മുന്നോട്ട് പോകുന്നു. നമുക്ക് ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ അന്വേഷിച്ചത് യഹൂദൻ ആരാണ് എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് കൂടെ നമുക്ക് വരാം. ആ ടോപ്പിക്ക് എന്ന് പറയുന്നത് എബ്രായൻ ആരായിരുന്നു. നമ്മൾ യഹൂദൻ ആരായിരുന്നു എന്ന് നമ്മളിപ്പോ കണ്ടു, അവരെങ്ങനെയാണ് അവന്റെ സ്റ്റാർട്ടിങ് കണ്ടു. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ചിന്തിച്ച മറ്റൊരു വിഷയം എന്ന് പറയുന്നത് എബ്രായ ഭാഷയുടെ അക്ഷരമാലയും അല്ലെങ്കിൽ അതിന്റെ എഴുത്തും അതിന്റെ അക്ഷരവും എങ്ങനെയാണെന്നും അതിന്റെ ഭാഷ എങ്ങനെ വന്നെന്നും ഒക്കെ നമ്മൾ ഇന്ന് കണ്ടു. ഇനി അടുത്ത ഒരു ചെറിയൊരു ടോപ്പിക് നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തുന്നു. അതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കും. വളരെ നമ്മുടെ 3 പേരും, അതായത് അസൈൻമെന്റ് എഴുതിയ 3 പേരും വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഞാനത് വായിച്ചു, പക്ഷെ എന്നാൽ ഞാനത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് ഞാൻ നിങ്ങൾക്ക് കൂടെ ഞാൻ ഷെയർ ചെയ്യാം. എബ്രായൻ ആരായിരുന്നു? ആരാണ് എബ്രായൻ? ബൈബിളിൽ എബ്രായൻ എന്ന് ആദ്യമായി പരാമർശിക്കുന്ന വ്യക്തി അബ്രഹാം തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 14:13 നമുക്കിങ്ങനെ വായിക്കാം, രക്ഷപ്പെട്ട ഒരാൾ വന്ന് എബ്രായനായ അബ്രഹാമിനോട് ഇത് അറിയിച്ചു. അവിടെയാണ് ആദ്യമായിട്ട് എബ്രായൻ എന്നുള്ള ഒരു പദം നമുക്ക് കാണുവാൻ. എബ്രഹാമാണ് ആദ്യത്തെ എബ്രായൻ. എബ്രായൻ എന്നതിന്റെ എബ്രായ പദം ഇവ്രിത്ത് എന്നാണ്. ഇവ്രിത്ത്. നമ്മൾ മലയാളത്തിൽ എബ്രായൻ, ഇംഗ്ലീഷിൽ നമ്മൾ ഹീബ്രു എന്ന് പറയുന്നെങ്കിലും എബ്രായ ഭാഷയിൽ എബ്രായനെ വിളിക്കേണ്ടത് ഇവ്രിത്ത് എന്നാണ്. ഇവ്രിത്ത്. ക്ഷമിക്കണം, ഞാൻ ആ പദം എഴുതാൻ മറന്നുപോയി, എന്നോട് ക്ഷമിക്കണം. ഇവ്രിത്ത് എന്നാണ്. ഇംഗ്ലീഷ് എഴുതുന്നവര് EERIY, EEVIRY, ഇവ്രി. കൂടാതെ കടന്നു കടക്കുക എന്ന് അർത്ഥമുള്ള അവാർ, AVAR, അവാർ എന്ന മൂലപദത്തിൽ നിന്നാണ് ഇവ്രി അല്ലെങ്കിൽ ഇവ്രിത്ത് എന്ന് വരുന്നത്. ഒരു എബ്രായൻ കടന്നവൻ ആണ്. ഒരു എബ്രായൻ കടവൻ ആണ്. അബ്രഹാമിന്റെ പൂർവികരിൽ ഒരാളാണ് എബർ. നിങ്ങൾക്ക് എബറിനെ കുറിച്ച് 10-ാം അധ്യായത്തിൽ പഠിക്കാൻ കഴിയും. 10-ൽ പഠിക്കാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ അകത്ത് ഒരു എബർ എന്നുള്ള പദത്തിന്റെ അകത്ത് ഒരു വലിയൊരു മർമ്മമുണ്ട്. നമുക്കത് പഠിക്കണം. അത് നമ്മൾ തുടർന്നുള്ള അടുത്ത ക്ലാസ്സിൽ എന്താണ് വിശുദ്ധ ഭാഷ എന്ന് പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കും. ഇസ്രായേൽ ജനവുമായിട്ട് എബറിന്റെ ആയുസ്സും ഇസ്രായേൽ ജനത്തിന്റെ ജീവിതവുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ഈ എബർ എന്നുള്ള പദം, ആ പദവും ഇസ്രായേൽ ജനവുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ഓക്കെ. ഈ എബർ എന്നുള്ള പദവും അവാർ എന്നുള്ള പദവുമായിട്ട് വളരെ സാമ്യമുണ്ട്. അതായത് അവാർ എന്നുള്ള മൂലപദത്തിൽ നിന്നാണ് എബർ എന്ന പേരും ഉണ്ടായിരിക്കുന്നത്. അതായത് കടക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതായത് എബർ ഒരു ഹീബ്രു ആയിരിക്കാം. ദൈവത്തിന്റെയും അവന്റെ ഉടമ്പടി ബന്ധത്തിന്റെയും കഥയാണ് ബൈബിൾ. എബ്രായ ഭാഷയിൽ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്കുള്ള കടന്നുപോക്കൽ, അങ്ങനെയാണ് ആ പദത്തെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ആദാമിൽ നിന്നും ആരംഭിച്ച് അദ്ദേഹത്തിന്റെ പിൻഗാമികളായ നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിന്റെ പിൻഗാമികൾ എന്നിവരിലൂടെ ഒരു പൂർവിക വംശ പരമ്പരയുണ്ട്. ഇവരെയാണ് എബ്രായർ എന്ന് അറിയപ്പെടുന്നത്. ആദാമിൽ തുടങ്ങി ദൈവവുമായുള്ള ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് കടന്നുപോയ ഒരാളാണ് എബ്രായർ. ഈ പുസ്തകത്തിലെ പുരാതന എബ്രായരെ കുറിച്ചുള്ള ഏത് പരാമർശവും ആദാമിൽ നിന്നും ഇസ്രായേൽ രാഷ്ട്രത്തിലേക്കുള്ള പൂർവിക വംശ പരമ്പരയാണ് സൂചിപ്പിക്കുന്നത്. എബർ എന്നുള്ളൊരു പദമുണ്ട്. ഏബർ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് വരാൻ പറ്റുമെങ്കിൽ വരിക. ആർക്കെങ്കിലും അതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുക. എബർ എത്ര കൊല്ലം ജീവിച്ചിരുന്നു? ആ കൊല്ലത്തിന്റെ അകത്ത് തന്നെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു മർമ്മം ഒളിഞ്ഞിരിപ്പുണ്ട്. ഓക്കെ, നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കാം.